ഇന്നൊരു ഹോം മെയ്ഡ് ക്രീം ചീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പാൽപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ക്രീം ചീസ് പുറത്ത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 7 വലിയ സ്പൂൺ അല്ലെങ്കിൽ 7 സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാൽപ്പൊടിയാണ്. അപ്പോൾ പാലാണ് എടുക്കുന്നതെങ്കിലും ശരി ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കണം. എങ്കിൽ മാത്രമേ പിരിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് കേട് കിട്ടത്തുള്ളൂ. ഇനി പാലിൻ്റെ അളവാണെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പാലിൻ്റെ അളവ് കൂട്ടും തോറും കിട്ടുന്ന കേടിൻ്റെ അളവ് കൂടും, കുറയ്ക്കും തോറും കുറയും, അങ്ങനെ. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഫുൾ ഫാറ്റ് ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഏതാണെങ്കിലും. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ചൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാവണം. നമ്മളൊന്ന് വിരലിട്ട് നോക്കുമ്പോൾ ഒന്ന് നല്ലതായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് പാൽ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരാണ് ചേർക്കുന്നത്. നാരങ്ങാനീര് അല്ലെങ്കിൽ വൈറ്റ് വിനീഗർ ആണെങ്കിലും ചേർക്കാം. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ 1 സ്പൂൺ ഒഴിക്കുമ്പോഴേ തന്നെ നന്നായിട്ട് പിരിഞ്ഞ് തുടങ്ങും. അപ്പോൾ നന്നായിട്ട് പിരിഞ്ഞതിന് ശേഷം ബാക്കി 1 സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. രണ്ടും കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ ബാലൻസ് ഉള്ള 1 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആ പിരിഞ്ഞ പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ തന്നെ അനക്കാതെ നമുക്ക് വെച്ചേക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഡ്രെയിൻ ചെയ്ത വെള്ളം നമുക്ക് കളയണ്ട, മാറ്റി വെച്ചേക്കാം. അത്യാവശ്യമൊക്കെ നന്നായിട്ട് വെള്ളം വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആ സൈഡിൽ നിന്ന് ഒരു സ്പൂൺ കൊണ്ട് എല്ലാം സ്ക്രേപ്പ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു മിക്സഡ് ജാറിലേക്ക് മാറ്റി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച വെള്ളത്തിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ ഇത് അടിച്ചെടുക്കാം. എന്നിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് ഒന്നുകൂടെ അടിക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചത് കൂടാതെ ഞാൻ 2 കൂടി ചേർത്തപ്പോൾ ആകെ 4 ടേബിൾ സ്പൂൺ ചേർത്തു. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് വെള്ളം കൂടാതെ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളുടെ ഹോം മെയ്ഡ് ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 7 ദിവസം വരെ ഫ്രിഡ്ജിൽ കേടാവാതിരിക്കും. ഇത് മൂസ് ഉണ്ടാക്കാനും പിന്നെ ക്രീം ചീസിൻ്റെ കേക്ക്, ബ്രെഡ് സാൻഡ്വിച്ച്, റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.